അടിയന്തരമായിട്ട് ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനാവശ്യമായി കോർപ്പറേഷനെ വലിച്ചിഴക്കുന്ന ഒരു കാഴ്ച എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം ജില്ലാ ആശുപത്രിയിലേക്കുള്ള ജലവിതരണ പൈപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂയാണ്. നമുക്ക് പറയാനുള്ളത്, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളാണ് നടത്തി വരുന്നത്. ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി. ഈ ആശുപത്രിയിലേക്കുള്ള എല്ലാ പ്രവർത്തനത്തിനും എല്ലാ സഹായ സഹകരണവും എല്ലാ കാലത്തും ചെയ്യാൻ നമ്മൾ കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധരാണ്. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ LDF ഭരണസമിതിയുടെ സമയത്ത് ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാതെ മതിയായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെയാണ് അവിടെ കെട്ടിടം പണിതിട്ടുള്ളത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കെട്ടിടം സ്ഥാപിക്കുമ്പോൾ അതിന് വേണ്ടുന്ന, പ്രത്യേകിച്ച് ആശുപത്രിയിലേക്ക് അത് സ്ഥാപിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംവിധാനം, അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കേണ്ടതും അതാത് സ്ഥാപനങ്ങളാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആശുപത്രിയുടെ കെട്ടിടം പണിയുമ്പോൾ അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് കൂടി അവരുടെ ഡിസൈനിലും പ്ലാനിലും ഒക്കെ വരേണ്ടതാണ്. അപ്പോൾ അതിന് എതിരെയാണ് ഇപ്പം നമ്മുടെ കോർപ്പറേഷനെ പഴിചാരുന്ന തലത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്, കണ്ണൂർ മുനിസിപ്പാലിറ്റി ആയിരിക്കെയാണ് നമ്മുടെ സംഗീത വാട്ടർ ടാങ്കിൻ്റെ അവിടെ, സംഗീത ഇപ്പം നമ്മൾ അവിടെ ഒരു തിയേറ്ററാണ്, അതെല്ലാവർക്കും അറിയാം. അവിടെ സംഗീത തിയേറ്റർ പ്രവർത്തിച്ച സ്ഥലമാണ്. അത് ലീസിന് കൊടുത്ത കോർപ്പറേഷൻ്റെ സ്ഥലമായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം ഉണ്ട് എന്നറിഞ്ഞതിൻ്റെയും അവിടെ ആ ഭാഗത്തുള്ള പള്ളിയാമൂല വരെയുള്ള പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അന്നത്തെ ഭരണസമിതിയുടെ ആളുകൾ, അന്ന് ആ ഭരണസമിതിയിൽ ഞാനും ഉണ്ടായിരുന്നു, ആ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ട അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടാക്കീസിൻ്റെ പ്രവർത്തനം ഒഴിവാക്കിക്കൊണ്ട് ലീസിന് കൊടുത്ത സ്ഥലം നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടെ ആ സ്ഥലത്ത് വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും നമ്മുടെ ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഏർപ്പാടാക്കി ചെയ്തിട്ടുള്ളത്. അത് എന്താ വെച്ചാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതുകൊണ്ടാണ്. ആ സ്ഥാപനം അത് അന്ന് ഉണ്ടാക്കിയത് കോർപ്പറേഷൻ്റെ അവിടെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ജില്ലാ ആശുപത്രി എന്ന് പറയുന്ന സ്ഥലം 24 മണിക്കൂറും വെള്ളം ലഭിക്കേണ്ട ഒരു ആശുപത്രിയാണ്, ഒരു സ്ഥാപനം. ജില്ലാ ആശുപത്രിയിൽ 24 മണിക്കൂറും വെള്ളം വേണമല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കോർപ്പറേഷനെ പഴിചാരുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവാത്തത്. കോർപ്പറേഷൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, കോർപ്പറേഷൻ പരിധിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്ഥലത്ത് നമ്മൾ സ്ഥാപിച്ച ടാങ്ക് അതിൽ നിന്ന് പൈപ്പ് ലൈൻ എടുക്കണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. മാത്രവുമല്ല, അവിടുത്തെ ജനങ്ങൾക്കിപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ലഭ്യത ഇല്ലാത്ത സാഹചര്യമാണ്. ദിവസങ്ങളോളം ആഴ്ചകളോളം അവിടെ കുടിവെള്ളം ലഭിക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ആളുകൾ സമരം ഉൾപ്പെടെ, അവിടെ വാട്ടർ അതോറിറ്റി ആ ടാങ്കിൻ്റെ മുന്നിൽ സമരം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഭരണ ശേഷി പോലും ആ ടാങ്കിനില്ല. നിലനിൽക്കെ, ഈ പ്രസ്തുത സാഹചര്യം നിലനിൽക്കെയാണ് അവർ പറയുന്നത് അവിടെ നിന്ന് കണക്ഷൻ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം. അവിടത്തേക്ക് ആ ജില്ലാ ആശുപത്രിയിലേക്ക് വേണ്ട വാട്ടർ ടാങ്ക് അവിടെ തന്നെയാണ് പണിയേണ്ടത്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണോ, ഇവിടെ 1 കിലോമീറ്ററും 2 കിലോമീറ്ററിലധികം സ്ഥലത്താണ് ഈ പൈപ്പ് ലൈൻ വലിച്ചാൽ മാത്രമേ അവിടേക്ക് പോകുള്ളൂ. ഇതിൽ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള സ്ഥലം. അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടോൺമെൻറ്റിൻ്റെ സ്ഥലത്തിൻ്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. കണ്ടോൺമെൻറ്റിൻ്റെ അനുമതി ലഭിക്കാത്ത സ്ഥലത്ത് ഈ കോർപ്പറേഷൻ്റെ സ്ഥലത്തേക്കൂടെ അനുമതി ലഭിക്കണം എന്ന് പറയുന്നതും അതിന് നമ്മൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോർപ്പറേഷനെ പഴിചാരുന്നതിൻ്റെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലുള്ള പല സ്ഥലങ്ങളിലും അമൃത്
പദ്ധതിയുടെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റിക്ക് റോഡ് വെട്ടിപ്പൊളിച്ച് അത് റിസ്റ്റോറേഷൻ ചെയ്യാത്തതിൻ്റെ പ്രയാസവും ദുരിതവും കോർപ്പറേഷനിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 1 വർഷം 2 വർഷത്തോളം നീണ്ടു നിന്നു ഈ പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തിട്ട്. വാട്ടർ അതോറിറ്റി ആണെങ്കിൽ ഈ റെസ്റ്റോറേഷൻ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്. പല ഭാഗങ്ങളിലും അതിൻ്റെ പ്രശ്നങ്ങൾ പഴിചാരി കേൾക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ ഭരണാധികാരികളാണ്. 70 കോടി രൂപയോളം മൊത്തത്തിൽ നമ്മൾ പറയുന്ന അമൃത് പദ്ധതിയിൽ അമൃത് 1 പദ്ധതിയുടെ ഭാഗമായി 144 കോടി രൂപയാണ് നമ്മൾ കോർപ്പറേഷൻ ഡെപ്പോസിറ്റ് ചെയ്തില്ല വാട്ടർ അതോറിറ്റിക്ക്. അമൃത് 2ന്റെ ഭാഗമായിട്ട് 92 കോടി രൂപയുടെ വർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട്. 95 കോടി 96 കോടി രൂപയുടെ പദ്ധതിയാണെങ്കിലും 92 കോടി രൂപയുടെ വർക്ക് അവാർഡ് ചെയ്തിട്ട് റിസ്റ്റോറേഷൻ ഉൾപ്പെടെയുള്ള വർക്കിൻ്റെ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ട് ഇതുവരെ ആ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം കൊടുക്കാൻ തീരുമാനമായാൽ പോലും ഈ വാട്ടർ അതോറിറ്റി മെക്കാഡം ടാറിങ് ഉൾപ്പെടെ അതിൻ്റെ ലയബിലിറ്റി പീരീഡ് കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നേ ആ റോഡ് വെട്ടിപ്പൊളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. മഴ വരാൻ പോവുകയാണ്, മഴക്കാലമാണ്. ആ കുഴിയിൽ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പഴി കേൾക്കേണ്ടത് നമ്മളാണ്. അതുമാത്രമല്ല, കണ്ടോൺമെൻറ്റിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല. ഈ വെട്ടിപ്പൊളിച്ചത് പകുതിയിൽ അത് നിർത്തിവെക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ ഇത് വെറുതെ എന്തിനാണ് അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതെ അവർക്ക് ഫയർ NOC പോലും കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അല്ലേ? എല്ലാവരും അത് പണി പൂർത്തിയാകാത്ത കെട്ടിടം തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ വളരെ ആർഭാടപൂർവ്വം അവർ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു അവിടെ കുടിവെള്ളം വേണമെന്നുള്ളത്. അവിടെ NOC ഫയർ NOC അവർക്ക് ആവശ്യമായിട്ടുള്ള NOC അവർക്ക് ലഭിച്ചിട്ടാണോ അവർ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്? കോർപ്പറേഷൻ്റെ തലത്തിലുള്ള വെള്ളത്തിൻ്റെ ടാങ്ക് കണ്ടിട്ടാണോ അവിടെ അവർ കെട്ടിടം പണിതിട്ടുള്ളത്? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ജനങ്ങൾക്ക് ഇവിടെ ആ പ്രദേശത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. ആ പ്രദേശത്തെ ജനങ്ങൾ സമരവുമായിട്ട് വരും. അവിടെ പൈപ്പ് അവിടെ കൊണ്ടിട്ടപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് വേറെ എവിടത്തേക്കോ വെള്ളം കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രദേശനിവാസികൾ കോർപ്പറേഷനിലേക്ക് കടന്നു വരികയുണ്ടായി. ഞങ്ങൾ അവർക്ക് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളം ഇവിടുത്തെ ആളുകൾക്കുള്ളതാണ്. ഈ ടാങ്കിലെ വെള്ളം അത് വേറെ എവിടത്തേക്കും കൊണ്ടുപോകില്ല എന്ന് നമ്മൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം അതിൻ്റെ കപ്പാസിറ്റി ഇല്ലാത്തിടത്തോളം കാലം അവിടെ നിന്ന് ജില്ലാ ആശുപത്രി 24 മണിക്കൂർ വെള്ളം ആവശ്യമുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോയാൽ ഈ ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം ഇനിയും രൂക്ഷമാകും. ഇപ്പോൾ തന്നെ വെള്ളം കിട്ടുന്നത് ഒരാഴ്ചയിൽ ഒരു ദിവസം മാസങ്ങളോളം നീണ്ടു നിന്നിട്ടാണ് വെള്ളം ലഭിക്കുന്നത്. ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഫയർ NOC പോലും ഇല്ലാതെയാണ് ഈ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, രോഗികളായി വരുന്ന ആളുകൾക്ക് പാർക്കിംഗ് സംവിധാനമില്ല. ആ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കാതെയാണ് അവർ ഈ കെട്ടിടം പണിതിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് അവർക്ക് വേണ്ടുന്ന ജില്ലാ ആശുപത്രി ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ്. അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കോർപ്പറേഷന് വിട്ടുതന്നോളൂ. നമ്മൾ നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാണ്. അതിനാവശ്യമായിട്ടുള്ള ഇടപെടലും സംവിധാനവും നമ്മൾ ഒരുക്കി കൊടുക്കും. ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന രോഗികൾക്കും കൂട്ടുകിടപ്പിന് വരുന്ന ആളുകൾക്കും വെള്ളമില്ലാതെ അവിടെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല എന്നുള്ള സംവിധാനം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവർക്കത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കൂ. നമ്മളത് മനോഹരമായി നടത്തിക്കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാണ്. അത് കണ്ടോൺമെൻറ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, കോർപ്പറേഷൻ ഏരിയയില്ല. പക്ഷേ ജനങ്ങൾ നമ്മുടെ ജനങ്ങളാണ്. ജില്ലയിൽ നിന്ന് മുഴുവൻ വരുന്ന ജനങ്ങൾ അവിടെയുണ്ട്. അവർക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്കതിലൊരു മടിയുമില്ല. പക്ഷെ ഈ ടാങ്കിൽ നിന്ന് വെള്ളം കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതിന് ഏത് സംവിധാനമാണോ വേണ്ടത്, അത് എങ്ങനെയാണോ ഒരുക്കേണ്ടത്, അതിന് നമ്മൾ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ആ തരത്തിൽ പറയാതെ കോർപ്പറേഷനാണ് ഇതിൻ്റെ മുഴുവനായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. കോർപ്പറേഷനെ പഴിചാരുക എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒഴിഞ്ഞു മാറ്റാണ്. അത് മാത്രമല്ല, ഇപ്പോഴാണ് അവർ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവർക്കറിയില്ലേ അവിടെ വെള്ളം വേണമെന്നുള്ളത്. ആ സമയത്ത് അവർ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് അത് മുഴുവൻ ഒരുക്കിയിട്ട് വേണ്ടേ ഉദ്ഘാടനം ചെയ്യുകയും രോഗികളെ അതിലേക്ക് പാർപ്പിക്കാനും അതിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടല്ലേ ചെയ്യേണ്ടത്.
അവരുടെ സ്ഥലത്ത് അവരുടെ ടാങ്ക് നിർമ്മിക്കേണ്ട ഇടപെടലുകൾ നടത്തുന്നതിന് പകരം കോർപ്പറേഷനെ എന്താ കണ്ടോൺമെന്റിനെ പഴിചാരാത്തത്? കണ്ടോൺമെന്റിന്റെ അനുമതി അവർക്ക് കിട്ടിയിട്ടുണ്ടോ? കോർപ്പറേഷന്റെ 1 കിലോമീറ്റർ 250 മീറ്റർ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിന് അപ്പുറത്തേക്ക് കണ്ടോൺമെന്റിന്റെ ഏരിയയാണ്, അവിടെ ഇതുവരെ